ഹായ് ഓൾ, ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ പാർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെമ്മ്, ടെമ്മ്, AFM, അതുപോലെ STM, എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി, ഓഗർ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു MCQ ഡിസ്കഷനാണ്. പിന്നെ ഈ MCQനകത്ത് നമ്മൾ ഇന്നൊരു 16ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മുൻപ് നടന്നിട്ടുള്ള പല PSC എക്സാംസിനും അതേപോലെ തന്നെ നമ്മുടെ സെറ്റ്, നെറ്റ് പോലെയുള്ള എക്സാംസിനും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാംസിന് വന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ക്ലാസ്സസ് കാണാനും അതേപോലെ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചോദ്യം നോക്കുക. Which of the following analytical method does not use electron beam? അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ ഇലക്ട്രോൺ ബീം ഉപയോഗിക്കാത്തത് ഏത് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കിലാണ് എന്നാണ് ചോദ്യം. സെം ആണോ, ടെം ആണോ, STEM ആണോ, അതോ STM ആണോ? ഓക്കെ, അപ്പോൾ സെം സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആണ്, ടെം ടണലിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആണ്, മറ്റേത് സ്കാനിങ് ടണലിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആണ്. ദെൻ STM നമ്മുടെ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ്. ഓക്കെ, അപ്പം ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് ടെം. ഞാൻ ടെമ്മിന് പകരം STM ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. ടെം ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ദെൻ സ്കാനിങ് ടണലിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് STM സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ്. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് ഇലക്ട്രോൺ ബീം ഉപയോഗിക്കാത്തത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഇലക്ട്രോൺ ബീം യൂസ് ചെയ്യാത്തത്? ഇവിടെ സെമ്മും ടെമ്മൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പ് അല്ല, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് സെമ്മിലും ടെമ്മിലും യൂസ് ചെയ്യുന്നത്. നമ്മൾ സെമ്മും ടെമ്മും പഠിച്ച സമയത്ത് ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ തന്നെ പഠിച്ചതാണ്. നോർമൽ ലൈറ്റ് മൈക്രോസ്കോപ്പിന് പകരം നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളാണ് സെമ്മിലും ടെമ്മിലും യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ രണ്ടിടത്തും എന്തായാലും ഇലക്ട്രോൺ ബീം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണല്ലോ, സോ ഇലക്ട്രോൺ ബീമാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നോക്കിക്കേ, SEM is a type of electron microscopy that use a focused beam of electron to scan the surface of a specimen and generate images at a much greater resolution compared to optical microscopy. നമ്മൾ സെമ്മിനകത്ത് യൂഷ്വലി ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ ലൈറ്റ് മൈക്രോസ്കോപ്പിയിൽ നിന്നും വിഭിന്നമായിട്ട് ഒരു ബീം ഓഫ് ഇലക്ട്രോണിനെയാണ് നമ്മൾ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബീം ഓഫ് ഇലക്ട്രോൺ യൂസ് ചെയ്തിട്ട് നമ്മൾ സാമ്പിൾ അല്ലെങ്കിൽ സ്പെസിമെൻ്റെ സർഫസ് സ്കാൻ ചെയ്യുകയും സർഫസ് ഇമേജ് ഹൈ റെസൊല്യൂഷനോട് കൂടി നമുക്ക് സെമ്മിൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബീം ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ സെമ്മിനകത്ത് സപ്ലൈ ചെയ്യുന്നത്. സോ ഇലക്ട്രോൺ ബീം യൂസ് ചെയ്യുന്ന കാറ്റഗറിയിൽ പെട്ട ഒന്നാണ് സെം എന്ന് മനസ്സിലായി. ഓക്കെ, ടെമ്മിലും അതേപോലെ തന്നെ it is a technique of imaging the internal structure of the solids using a beam of high energy electron transmitted through the solid, and this arrangement can be compared to the basic optical microscope with transmission illumination. ടെമ്മിനകത്തേക്ക് വരുമ്പോൾ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നമ്മൾ ഇലക്ട്രോൺ ബീം പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ അത് സാമ്പിൾ സർഫസിലൂടെ മാത്രമല്ല ഇന്റേണലി അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺസിനെ സ്റ്റഡി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്റേണൽ കോമ്പോസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും കൂടി നമുക്ക് ടെമ്മിൽ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സെമ്മിൽ വരുമ്പോഴത്തേന് സെക്കൻഡറി ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് ഒക്കെ ആയിരുന്നു നമ്മൾ അവിടെ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്. ടെമ്മിലേക്ക് വരുമ്പോഴത്തേന് ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺസിനെയും കൂടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇന്റർണൽ സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ടിടത്തും നമ്മളൊരു ബീം ഓഫ് ഇലക്ട്രോൺസിനെയാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്, പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഇനി നമ്മുടെ STEM സ്കാനിങ് ടണലിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലേക്ക് വരുമ്പോഴത്തേന് ഇറ്റ് ഈസ് ആൻ അഡ്വാൻസ്ഡ് ഇമേജിംഗ് ടെക്നിക് ദാറ്റ് ഈസ് യൂസ്ഡ് ടു വിഷ്വലൈസ് ദ സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് ദി മെറ്റീരിയൽസ് at nanometer to subatomic length scales. It provides high resolution images and spectroscopic data by scanning a focused electron beam across a very thin sample and collecting various signals. അപ്പം STEM സ്കാനിങ് ടണലിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന ഫുൾ ഫോം. അപ്പോൾ അവിടെയും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്. നമ്മൾ ഇലക്ട്രോൺ ബീം യൂസ് ചെയ്തിട്ടാണ് സ്പെസിമെൻ സർഫസും സ്പെസിമെൻ
അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും സിഗ്നൽസും ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെമ്മ്, ടെമ്മ്, സ്റ്റെമ്മ്, ഇവിടെ മൂന്നിടത്ത് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ ബീം യൂട്ടിലൈസ് ചെയ്യുന്ന 3 ഇൻസ്ട്രുമെന്റേഷൻ ടെക്നിക്കാണ് സെമ്മും, ടെമ്മും, സ്റ്റെമ്മും. ഓക്കെ, ഇനി നാലാമത്തത് STM, സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി. സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിലേക്ക് വരുമ്പോഴത്തേന് ഇമേജിംഗ് ടെക്നിക് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ അൾട്രാ ഹൈ റെസൊല്യൂഷൻ ഇമേജസ് അറ്റ് അറ്റോമിക് സ്കെയിൽ വിത്തൗട്ട് യൂസിങ് ലൈറ്റ് ഓർ ഇലക്ട്രോൺ ബീംസ്. സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിലേക്ക് വരുമ്പോഴത്തേന് നമ്മൾ ലൈറ്റ് ബീമോ അല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ബീംസോ ഒന്നും നമ്മൾ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിലേക്ക് വരുമ്പോഴത്തേന് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അവിടെ നമ്മൾ കാന്റിലിവർ സർഫസ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ടിപ്പാണ് സർഫസിൽ സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം ലൈറ്റ് ബീമോ അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീമോ ഒന്നും തന്നെ നമ്മൾ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ ഏതാണ്? ഇലക്ട്രോൺ ബീം യൂസ് ചെയ്യാത്തത് എവിടെയാണ്? STM-ലാണ്. ഇൻ കേസ് നമുക്കിത് അറിയത്തില്ലെങ്കിൽ പോലും ഇവരുടെ ഫുൾ നെയിം അറിയാവുന്നതാണെങ്കിൽ സെമ്മ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ടെമ്മ് ടണലിംഗ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, സ്റ്റെമ്മ് സ്കാനിങ് എന്താണ് സ്കാനിങ് ടണലിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഈ 3 പേരുകളിലും ഇലക്ട്രോൺ എന്ന് ഉൾപ്പെട്ടിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും അവിടെ 3 ഇലക്ട്രോൺ ബീം ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷെ സ്റ്റെമ്മിൽ മാത്രമാണ്, സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിൽ മാത്രമാണ്, മറ്റേ സ്കാനിങ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആയിരുന്നു. ഇത് STM സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ്. അവിടെ മാത്രമാണ് ആ പേരിൽ പോലും ഇലക്ട്രോൺസിന്റെ റെപ്രസെന്റേഷൻ വരുന്നില്ല. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ഇവരുടെ പ്രിൻസിപ്പിളോ കാര്യങ്ങളോ അറിയത്തില്ലെങ്കിൽ പോലും ആ പേര് വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇലക്ട്രോൺ ബീം ഇൻവോൾവ് ചെയ്യാത്തത് STM-ൽ മാത്രമാണ് എന്ന്. ബാക്കി എല്ലായിടത്തും ഇലക്ട്രോൺ ബീം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ ഓപ്ഷൻ D ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാറ്റേൺ ഓഫ് ചോദ്യങ്ങളാണ് നമുക്ക് എക്സാംസിന് ഇൻസ്ട്രുമെന്റേഷൻ പാർട്ടിൽ നിന്നും വരുന്നത്. രണ്ടാമത്തെ നോക്കിയത് ഫംഗ്ഷൻ ഓഫ് ഹോളോ കാത്തോഡ് ലാമ്പ് ഇൻ AAS അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയിൽ ഹോളോ കാത്തോഡ് ലാമ്പിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ഹോളോ കാത്തോഡ് ലാമ്പാണ് അവരുടെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഹോളോ കാത്തോഡ് ലാമ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എക്സാംസിന് പല ടൈമിലും എക്സാംസിന് റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകം, അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയത് ഫംഗ്ഷൻ ഓഫ് ഹോളോ കാത്തോഡ് ലാമ്പ് ഇൻ AAS അറ്റോമൈസ് ദി സാമ്പിൾ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. സാമ്പിളിനെ അറ്റോമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ? പ്രൊവൈഡ് എ ബ്രോഡ് സ്പെക്ട്രം ലൈറ്റ് സോഴ്സ്, ഒരു ബ്രോഡ് സ്പെക്ട്രം ലൈറ്റ് സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ? എമിറ്റ് സ്പെസിഫിക് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, സ്പെസിഫിക് വേവ് ലെങ്ത് ഓഫ് ലൈറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ? അതോ ഡിറ്റക്ട് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് അബ്സോർബ് ബൈ ദി സാമ്പിൾ അബ്സോർബ് ചെയ്തിട്ടുള്ള ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ ഹോളോ കാത്തോഡ് ലാമ്പ് യൂസ് ചെയ്യുന്നത്? എന്താണ് ഫംഗ്ഷൻ? ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഹോളോ കാത്തോഡ് ലാമ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഞാൻ ക്ലാസ് എടുത്ത സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഹോളോ കാത്തോഡ് ലാമ്പുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, റേഡിയേഷൻ സോഴ്സ് ആണ്. അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയിൽ AAS-ൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ സോഴ്സ് ആണ് ഏത്? ഹോളോ കാത്തോഡ് ലാമ്പ് എന്ന് പറയുന്നത്. എ ഹോളോ കാത്തോഡ് ലാമ്പ് കൺസിസ്റ്റ് ഓഫ് ആൻ ആനോഡ് വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് ദി ടങ്സ്റ്റൺ വയർ ആൻഡ് കാത്തോഡ് വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് ദി എലമെന്റ് ഹു സ്പെക്ട്രം ഈസ് ഡിസൈഡ്. അപ്പം നമ്മുടെ AAS-നകത്തുള്ള ഈ റേഡിയേഷൻ സോഴ്സ് ആയിട്ടുള്ള ഹോളോ കാത്തോഡ് ലാമ്പിൽ ഒരു ആനോഡുമുണ്ട്, ഒരു കാത്തോഡുമുണ്ട്. ഓക്കെ, ഒരു ആനോഡുമുണ്ട്, ഒരു കാത്തോഡുമുണ്ട്. അതിൽ ആനോഡ് ടങ്സ്റ്റൺ വയർ ആയിരിക്കും. ആൻഡ് കാത്തോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂഷ്വലി ആനോഡ് ടങ്സ്റ്റൺ വയറും കാത്തോഡ് ഏത് എലമെന്റിന്റെ സ്പെക്ട്രം ആണോ നമുക്ക് എടുക്കേണ്ടത് ആ എലമെന്റ് കൊണ്ടിട്ടായിരിക്കും യൂഷ്വലി കാത്തോഡിനെ നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആനോഡും കാത്തോഡുമായിട്ട് പ്രവർത്തിക്കുന്നത് ടങ്സ്റ്റൺ വയറും നമുക്ക് ഡിറ്റർമൈൻ ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് സ്പെക്ട്രം എടുക്കേണ്ട ആ എലമെന്റും യൂസ് ചെയ്തിട്ടുമായിരിക്കും. ഓക്കെ, ദെൻ ഹോളോ കാത്തോഡ് ലാമ്പ് ഈസ് ജനറലി ഫിൽഡ് വിത്ത് നിയോൺ ഓർ ആർഗൺ അറ്റ് ലോ പ്രഷർ. യൂഷ്വലി ഹോളോ കാത്തോഡ് ലാമ്പിന്റെ അകത്ത് ഫില്ല് ചെയ്യുന്നത് ഇനേർട്ട് ഗ്യാസസ് ആണ്. അതിൽ പെർട്ടിക്കുലർലി നിയോൺ അല്ലെങ്കിൽ ആർഗൺ ആണ് ഇവരുടെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യാറുള്ള ഗ്യാസസ്. ദെൻ ഗ്ലാസ് കൊണ്ടിട്ടാണ് ഈ പറയുന്ന ഹോളോ കാത്തോഡ് ലാമ്പിന്റെ എൻവലപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് കൂടെ നിങ്ങൾ നോക്കി വെച്ചേക്കാം. അപ്പൊ നമുക്കറിയാം ഹോളോ കാത്തോഡ് ലാമ്പ് എന്ന് പറയുന്നത് റേഡിയേഷൻ സോഴ്സ് ആണ്. ഓക്കെ, അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയിലെ റേഡിയേഷൻ സോഴ്സ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ജോലി എന്താണ്? റേഡിയേഷൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ വേവ് ലെങ്തിലുള്ള ലൈറ്റിനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് റേഡിയേഷൻ സോഴ്സിന്റെ ജോലി അല്ലേ. സോ എമിറ്റ് സ്പെസിഫിക് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എന്നുള്ളതാണ് അവരുടെ ജോലി. റേഡിയേഷൻ സോഴ്സിന്റെ ജോലി അതല്ലേ? നമുക്ക് ആവശ്യമായിട്ടുള്ള വേവ് ലെങ്തിലുള്ള ലൈറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻസിനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഡിറ്റക്ട് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് അബ്സോർഡ് അത് ആരുടെ ജോലിയാണ്? ഡിറ്റക്ടേഴ്സിന്റെ ജോലിയാണ് അല്ലേ. അതേപോലെ
പ്രൊവൈഡ് ബ്രോഡ് സ്പെക്ട്രം ഓഫ് ലൈറ്റ് സോഴ്സ്. അത് യൂഷ്വലി സോഴ്സ് ആയിട്ട് ഇപ്പം നമ്മൾ പലയിടത്ത് പല സോഴ്സസ് യൂസ് ചെയ്യുമല്ലോ, ഡ്യൂട്ടീരിയം ലാമ്പ്, ഡിസ്ചാർജ് ലാമ്പ്, അങ്ങനെ. അപ്പം ആ സോഴ്സിൻ്റെ ജോലിയാണ് ഈ പറയുന്ന പ്രൊവൈഡ് ബ്രോഡ് സ്പെക്ട്രം. ദെൻ അറ്റോമൈസ് സാമ്പിൾ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ അത് അറ്റോമൈസ് ചെയ്യാനായിട്ട് അറ്റോമൈസേഷൻ പോസിബിൾ ആക്കാനും സ്പെസിഫിക് ആയിട്ടുള്ള എന്താണ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ്സ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റേഷനകത്ത് പല ടെക്നിക്സിലും ഇൻസ്ട്രുമെൻറ്റേഷനകത്ത് വരും. അപ്പോൾ ഇവിടെ റേഡിയേഷൻ സോഴ്സ് ആയിട്ടാണ് നമ്മൾ ഹോളോ കാത്തോഡ് ലാമ്പിനെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത വേവ് ലെങ്തിലുള്ള റേഡിയേഷൻസിനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ് എസിനകത്ത് ഹോളോ കാത്തോഡ് ലാമ്പ് ചെയ്യുന്നത് കേട്ടോ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത നോക്കിക്കേ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള TG, DTA, DSCയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ക്വസ്റ്റ്യൻ വായിച്ചേ. The curve dH by dt versus temperature curve is a part of which of the following? എവിടെയാണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് y ആക്സിസിൽ DH by dt അല്ലെങ്കിൽ എനർജി ചേഞ്ച് അല്ലെങ്കിൽ ഹീറ്റ് ചേഞ്ചിനെ x ആക്സിസിൽ ടെമ്പറേച്ചറുമായിട്ട് പ്ലോട്ട് ചെയ്യുന്നത്? TGA ആണോ, DTG ആണോ, DTA ആണോ, DSC ആണോ? നമ്മുടെ TGA എന്ന് പറയുമ്പോൾ തെർമോഗ്രാവിമെട്രിക് അനാലിസിസ്. അവിടെ നമ്മൾ മാസ് ചേഞ്ച് ആണ്, വെയിറ്റ് ചേഞ്ചിനെയാണ് മെഷർ ചെയ്യുന്നത്. ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ അല്ലെന്നുണ്ടെങ്കിൽ ടൈം. ഓക്കെ. ദെൻ DTG എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് തെർമോഗ്രാവിമെട്രി ആണ്, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ തെർമോഗ്രാവിമെട്രി ആണ്. അവിടെ നമ്മൾ എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വെയിറ്റ് ചേഞ്ചിനെ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ആണ് പ്ലോട്ട് ചെയ്യുന്നത്, അല്ലെ? അതായത് ∂M/∂T-നെ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ് DTGക്കകത്ത് ചെയ്യുക. അടുത്തത് DTA. നമ്മുടെ DTA ടെക്നിക്കിനകത്ത് ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ്. DTAക്കകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഡെൽറ്റ ടി വേഴ്സസ് ടെമ്പറേച്ചർ ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്, അല്ലെ? ടെമ്പറേച്ചർ ഡിഫറൻസിനെ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ഓർ ടൈം ആണ് പ്ലോട്ട് ചെയ്യുന്നത്. ആൻഡ് DSCയിലേക്ക് വരുമ്പോൾ, ഡിഫറൻഷ്യൽ സ്കാനിങ് കലോറിമെട്രിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ∂H/∂T വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ. എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ എനർജി ചേഞ്ചിനെ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഞാൻ ആ ചാപ്റ്റർ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആ ഫൈനൽ ടേബിൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓരോ ടെക്നിക്കിലും എന്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് മുന്നത്തെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളത്. എല്ലാ ചോദ്യങ്ങളും PSC എക്സാംസിനും സെറ്റ് എക്സാംസിനും നെറ്റ് എക്സാംസിനും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ ഈ സെയിം ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാം, അല്ലെങ്കിൽ ഇതേ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് ഇനിയും വരാൻ സാധ്യതയുള്ളത് കേട്ടോ. അപ്പം DSC ഡിഫറൻഷ്യൽ സ്കാനിങ് കലോറിമെട്രി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. സോ ഡിഫറൻഷ്യൽ സ്കാനിങ് കലോറിമെട്രി ഈസ് എ ടെക്നിക് ഇൻ വിച്ച് ദ എനർജി നെസസറി ടു എസ്റ്റാബ്ലിഷ് എ സീറോ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾ ആൻഡ് റെഫറൻസ് ഈസ് മെഷർഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ, അല്ലേ? നമ്മൾ DSCക്കകത്ത് എന്താ ചെയ്യുന്നത്? എനർജി റിക്വയർഡ് ടു ഡെവലപ്പ് എ സീറോ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സാമ്പിൾ ആൻഡ് റെഫറൻസ്. സാമ്പിളിന്റെയും റെഫറൻസിന്റെയും ഇടയിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് സീറോ ആക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എനർജി ചേഞ്ച്, അതാണ് നമ്മൾ യൂഷ്വലി DSC ഡിഫറൻഷ്യൽ സ്കാനിങ് കലോറിമെട്രിക്കകത്ത് മെഷർ ചെയ്യുന്നത്. ഓക്കെ. ദ എനർജി റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എ സീറോ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ ആൻഡ് റെഫറൻസ് ഈസ് റിക്കോർഡഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ. അതാണ് DSCക്കകത്ത് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്. അപ്പോൾ ∂H/∂T represent the rate of heat flow with respect to temperature, which is a key parameter used in differential calorimetry. Okay. അപ്പോൾ ഹീറ്റ് ചേഞ്ചിനെ ഹീറ്റ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കാണ് ∂H/∂T. അതിനെയാണ് നമ്മൾ y ആക്സിസിൽ യൂഷ്വലി DSCക്കകത്ത് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് x ആക്സിസിൽ ആരെ പ്ലോട്ട് ചെയ്യും? ടെമ്പറേച്ചറിനെയും പ്ലോട്ട് ചെയ്യും. ഓക്കെ. സോ ഓപ്ഷൻ D ആണ്. ഡയറക്റ്റ് ചോദ്യമാണ്, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ജസ്റ്റ് ക്ലാസ് ഒന്ന് കണ്ടുപോയിട്ടുള്ളവർ അല്ലെങ്കിൽ ജസ്റ്റ് ആ നോട്ട്സിലൂടെ ഒന്ന് പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. ഓക്കെ. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഇത് നമ്മുടെ അസേർഷൻ റീസൺ ടൈപ്പ് ചോദ്യമാണ്. നമുക്ക് ആദ്യം ഒരു അസേർഷൻ തന്നിട്ടുണ്ട്, ദെൻ ഒരു റീസണും തന്നിട്ടുണ്ട്. അത് രണ്ടും ശരിയാണോ തെറ്റാണോ, ഏതെങ്കിലും ഒന്ന് ശരി ഒന്ന് തെറ്റ്, ആ രീതിയിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് കണ്ടെത്താനാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ ആദ്യം അസേർഷൻ വായിച്ചു നോക്കിക്കേ. TGA cannot be used for crystalline transitions. അപ്പോൾ TGA എന്ന് പറയുമ്പോൾ തെർമോഗ്രാവിമെട്രിക് അനാലിസിസ്. ഓക്കെ. അപ്പോൾ TGA തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ക്രിസ്റ്റലൈൻ ട്രാൻസിഷൻസ്. ക്രിസ്റ്റലൈൻ ട്രാൻസിഷൻസിന്റെ കേസസിൽ നമുക്ക് TGA ടെക്നിക്ക് തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് അതിന്റെ റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ക്രിസ്റ്റലൈൻ ട്രാൻസിഷൻസ് ഡസ് നോട്ട് ഇൻവോൾവ് എനി വെയിറ്റ് ചേഞ്ച്. ക്രിസ്റ്റലൈൻ ട്രാൻസിഷൻസ് നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വെയിറ്റ് ചേഞ്ചസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഇതാണ് റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ, both A and R are true and R is the correct explanation of A. Both A and R are true but R is not the correct explanation of A. A is true but R is false. A is false but R is true. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? നോക്കിക്കേ, നമുക്ക്
ആദ്യത്തേതിൽ പറഞ്ഞേക്കുന്നത് തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ക്രിസ്റ്റലൈൻ ട്രാൻസിഷൻസ്. ക്രിസ്റ്റലൈൻ ട്രാൻസിഷൻസിൽ നമുക്ക് തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞേക്കുന്നു. അതിൻ്റെ റീസൺ ആയിട്ട് അവർ പറഞ്ഞേക്കുന്നത് നമ്മൾ TGക്കകത്ത് വെയിറ്റ് ചേഞ്ചസ് ആണ് യൂഷ്വലി മെഷർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വെയിറ്റ് ചേഞ്ചസ് ഒന്നും നടക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയാണോ? നമുക്കറിയാം തെർമോഗ്രാവിമെട്രിക് അനാലിസിസിൽ നമ്മൾ വെയിറ്റ് ചേഞ്ചിനെയാണ് മെഷർ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ഓർ ടൈം. ടെമ്പറേച്ചർ ഓർ ടൈമിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് അവിടെ ഉണ്ടാവുന്ന വെയിറ്റ് ചേഞ്ചസിനെയാണ് ഡെൽറ്റ എമ്മിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ യൂഷ്വലി ഒരു ക്രിസ്റ്റലൈൻ ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഒരു വെയിറ്റ് ചേഞ്ച് ഉണ്ടാവാറുണ്ടോ? ഇല്ല. അപ്പോൾ വെയിറ്റ് ചേഞ്ച് ഉണ്ടാവാറില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് അവിടെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ TG തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ചേഞ്ചസിനെയാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ഓർ ടൈം പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി ക്രിസ്റ്റലൈൻ ട്രാൻസിഷൻസ് നടക്കുന്ന സമയത്ത് അവിടെ വെയിറ്റ് ചേഞ്ചസ് ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ നമുക്ക് എന്തും ചെയ്യാൻ പറ്റത്തില്ല. ക്രിസ്റ്റലൈൻ ട്രാൻസിഷൻസിന്റെ കേസിൽ തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ശരിയാണോ? TG കനോട്ട് ബി യൂസ്ഡ് ഫോർ ക്രിസ്റ്റലൈൻ ട്രാൻസിഷൻ. ശരിയാണ്. TGയിൽ നമുക്ക് ക്രിസ്റ്റലൈൻ ട്രാൻസിഷൻസിന്റെ കേസിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ റീസൺ ആയിട്ട് കൊടുത്തേക്കുന്നത് ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് വെയിറ്റ് ചേഞ്ച്. ശരിയാണ്. വെയിറ്റ് ചേഞ്ചസ് ഇൻവോൾവ് ചെയ്യാത്തത് കൊണ്ടാണ് യൂസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ. ബോത്ത് A and R are true and R is the correct explanation of A. ഇതാണ് ശരിയായിട്ടുള്ള എന്താണ് റീസൺ ആയിട്ട് വരുന്നത്. ഓക്കെ, ബാക്കി പോയിന്റ്സ് എല്ലാം നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞ പോയിന്റ്സ് ആണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ നോട്ട്സ് വായിക്കുന്ന സമയത്ത് ഒന്ന് വായിച്ചു പോയാൽ മതി കേട്ടോ. ഞാൻ എക്സ്പ്ലനേഷനകത്ത് നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് 5ാമത്തെ ചോദ്യം നോക്കുക. ദ ടെക്നിക് used to analyze the chemical composition of the surface. സർഫസിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്ക് സർഫസ് കോമ്പോസിഷൻ ആണ്. സർഫസിൻ്റെ കോമ്പോസിഷൻ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് SEM അല്ലെങ്കിൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആണോ? അത് XPS അല്ലെങ്കിൽ എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി ആണോ? STM അല്ലെങ്കിൽ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് ആണോ? AFM അല്ലെങ്കിൽ അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ് ആണോ? ഇതിൽ ഏത് ടെക്നിക്കാണ് നമുക്ക് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദി സർഫസിന്റെ കെമിക്കൽ കോമ്പോസിഷൻ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും നമുക്കൊന്ന് നോക്കാം. ഈ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ള ഓരോരുത്തരെയും നമ്മൾ എന്ത് സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ആദ്യത്തേത് SEM സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. The scanning electron microscope is an instrument for observing and analyzing the surface microstructure of a bulk sample using a finely focused beam of energetic electrons. സെമ്മിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഹൈലി എനർജറ്റിക് ബീം ഓഫ് ഇലക്ട്രോൺസ് യൂസ് ചെയ്തിട്ട് ഒരു സാമ്പിളിന്റെ സർഫസ് അനാലിസിസ് ആണ് നമ്മൾ സെമ്മിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, SEM പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദി ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടുള്ളത്, മോർഫോളജിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടുള്ളത്, ഫേസ് ഡിസ്ട്രിബ്യൂഷൻ, കോമ്പോസിഷണൽ ഡിഫറൻസ്, ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ, ഓറിയന്റേഷൻ, എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്രിസ്റ്റലൈൻ ഡിഫക്ട്സ്, ഇതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഇൻഫർമേഷൻ നമുക്ക് SEM അനാലിസിസ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് വഴി നമുക്കൊരു ക്രിസ്റ്റലിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സോൾഡിനെ കുറിച്ചിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയിലേക്ക് പോകുമ്പോഴത്തേന് ദ മോളിക്യൂൾ ഓർ ആറ്റം ഈസ് ബോംബാർഡഡ് വിത്ത് എ ഹൈ എനർജി എക്സ്-റേസ് വിച്ച് കോസസ് ദ എമിഷൻ ഓഫ് ആൻ ഇന്നർ ഷെൽ ഇലക്ട്രോൺ ഫ്രം ദി സാമ്പിൾ ആറ്റം ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു determine the elemental composition of surface, empirical formula, the chemical state, electronic state, binding energy, etc. അപ്പോൾ എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഏത് റേഡിയേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്? ഹൈ എനർജി എക്സ്-റേസ് ആണ് സാമ്പിളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്-റേസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇന്നർ ഷെല്ലിൽ നിന്നുള്ള ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഓക്കെ, ഇന്നർ ഷെല്ലിൽ നിന്നുള്ള ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോഴത്തേന് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ്. അപ്പോൾ ഇന്നർ ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എലമെന്റൽ കോമ്പോസിഷൻ നമുക്ക് എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിവിടെ ഹൈ എനർജി എക്സ്-റേസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യിക്കാൻ സാധിക്കും. ആൻഡ് ഇന്നർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇന്റേണൽ കോമ്പോസിഷൻ നമുക്ക് എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും. ദെൻ അവരുടെ എംപിരിക്കൽ ഫോർമുല, കെമിക്കൽ സ്റ്റേറ്റ്, ഇലക്ട്രോണിക് സ്റ്റേറ്റ്, ബൈൻഡിങ് എനർജി മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് XPS എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളതാണ് STM സ്കാനിങ് ടണലിംഗ്
microscopy. The basic principle used in scanning tunneling microscope is the tunneling of electron between the sharp metallic tip of the probe and the surface of the sample. അല്ലേ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ STM സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി ഒക്കെ വരുമ്പോഴത്തേന് അവിടെ എന്താണ്, ക്യാൻറ്റിലിവർ ആണ് പ്രിൻസിപ്പൾ ആയിട്ട് അല്ലേ. അപ്പോൾ ആ പ്രോബിൻ്റെയും ടിപ്പിൻ്റെയും ഇടയിലുള്ള ഇന്ററാക്ഷൻസിന്റെ ഫലമായിട്ടാണ് സർഫസ് അനാലിസിസ് നടത്തുന്നത് അല്ലെ ക്യാൻറ്റിലിവർ അല്ലെ ടിപ്പ് ഓഫ് എ ക്യാൻറ്റിലിവർ എന്നൊക്കെയുള്ള വേർഡ് കാണുന്ന ഉടനെ നിങ്ങളുടെ മനസ്സിലേക്ക് STM അല്ലെങ്കിൽ AFM ഒക്കെയാണ് എത്തേണ്ടത്. ഓക്കെ, സോ ഇറ്റ് പ്രൊവൈഡ്സ് എ 3-dimensional profile of the surface which is very useful in characterizing the surface roughness, observing the surface defects, determining the size and conformation of the molecules and aggregates on the surface. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 3-dimensional വ്യൂ, സാമ്പിളിന്റെ ഒരു നമ്മൾ പറഞ്ഞു ഓരോ ആറ്റത്തിലും നമ്മൾ ഈ പറയുന്ന ടിപ്പും പ്രോബും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ആറ്റംസിനെയും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്കാൻ ചെയ്തിട്ടാണ് ഡേറ്റാസ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് പ്രൊവൈഡ്സ് എ 3-dimensional profile of the surface which is very useful for characterizing the surface roughness, observing surface defects and determining the size, conformation of the molecules and the aggregates on the surface. Then atomic force microscopy. Atomic force microscopy യിൽ നമ്മൾ ഈ പറയുന്ന പോലെ കാന്റിലിവർ പ്രിൻസിപ്പിൾ ആണ്, ടിപ്പും പ്രോബും തമ്മിലുള്ള ഇന്ററാക്ഷൻസിന്റെ ഭാഗമായിട്ട് സർഫസ് അനാലിസിസ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്ന ടെക്നിക്കാണ് AFM, atomic force microscopy. Okay, so AFM is a kind of scanning probe microscope in which the 3-dimensional topographical image of the sample surface on the nanoscale can be obtained based on the interactions between this tip and the sample surface. ഇവിടെയും കാൻറ്റിലിവർ ടിപ്പും സാമ്പിൾ സർഫസും തമ്മിലുള്ള ഇന്ററാക്ഷൻസിന്റെ ഫലമായിട്ട് നമുക്കൊരു 3D ഇമേജ് ആണ്. AFM STM രണ്ടിടത്ത് കാൻറ്റിലിവർ പ്രിൻസിപ്പിൾ ആണ്. നമുക്ക് 3-dimensional ഇമേജ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന ടിപ്പും സാമ്പിളും തമ്മിലുള്ള ഇന്ററാക്ഷൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്? സർഫസ് കോമ്പോസിഷൻ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയിലാണ് നമ്മൾ ഹൈ എനർജി എക്സ്റേസ് യൂസ് ചെയ്യുമ്പോൾ ഇന്നർ ഷെല്ലിൽ നിന്നുള്ള ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുകയും ആൻഡ് ഇന്നർ ഷെല്ലിൽ ഇലക്ട്രോൺസിനെ സ്റ്റഡി ചെയ്യുമ്പോഴാണ് നമുക്ക് അവരുടെ കോമ്പോസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, സോ എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയിലാണ് ഈ പറഞ്ഞതുപോലെ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദി സർഫസ് കോമ്പോസിഷൻ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓർത്ത് വെച്ചേക്കുക, സർഫസ് കോമ്പോസിഷൻ അനാലിസിസിന് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള പല മാർഗ്ഗങ്ങൾ യൂസ് ചെയ്യാം, പക്ഷേ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി XPS ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ TG തെർമോഗ്രാവിമെട്രിക് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. What is the first mass loss observed in the thermogram of calcium oxalate monohydrate attributed to? അപ്പോൾ തെർമോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് വഴി നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമല്ലോ, ΔM വേഴ്സസ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടൈം നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമല്ലോ, വെയിറ്റ് ചേഞ്ച് അല്ലെങ്കിൽ മാസ് ഡിഫറൻസ് വേഴ്സസ് ടെമ്പറേച്ചർ ഓർ ടൈം പ്ലോട്ട് ചെയ്യുമല്ലോ, ആ ഒരു ഗ്രാഫിനെയാണ് നമ്മൾ തെർമോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പറയുന്ന തെർമോഗ്രാം വരയ്ക്കുകയാണ് നമ്മൾ. ആരുടെയാണ്? കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ്. നമ്മൾ ക്ലാസ് എടുത്ത സമയത്തും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ എക്സാമ്പിൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിളിനെ ബേസ് ചെയ്ത് തന്നെ ഒറ്റ സെറ്റ് എക്സാമിൽ തന്നെ 2-3 ചോദ്യങ്ങൾ ലാസ്റ്റ് ടൈമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്, പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തെർമോഗ്രാം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിന്റെ ഡികമ്പോസിഷൻ ഒന്ന് നോക്കുക. അവരുടെ തെർമോഗ്രാം ഏത് രീതിയിലാണ് വരുന്നത്, അവരുടെ ഡികമ്പോസിഷൻ എത്ര സ്റ്റെപ്സിലാണ്, ഓരോ സ്റ്റെപ്പിലും എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൂടെ ഒന്ന് മനസ്സിലാക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് മാസ് ലോസ് ഒബ്സർവ്ഡ് ഇൻ തെർമോഗ്രാം എന്താണ്, എന്തിന്റെ എലിമിനേഷൻ കാരണം അല്ലെങ്കിൽ എന്തിന്റെ റിലീസ് കാരണമാണ് ആദ്യത്തെ മാസ് ലോസ് ഉണ്ടാവുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, ഈ കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിന്റെ ഡീകമ്പോസിഷൻ കർവ് നമ്മൾ TG കർവ് വരയ്ക്കുന്ന സമയത്ത് ആദ്യ മാസ് ലോസിന്റെ കാരണം എന്താണ്? ഫോർമേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആണോ, റിലീസ് ഓഫ് വാട്ടർ ആണോ, റിലീസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ആണോ, റിലീസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഞാനിവിടെ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് അതാണ് CaC2O4H2O, കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഡീകമ്പോസിഷൻ നമ്മൾ ചാപ്റ്റർ പഠിച്ച സമയത്ത് കണ്ടതാണ്. 3 സ്റ്റെപ്സിലായിട്ടാണ് ഇവരുടെ ഡീകമ്പോസിഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തെർമോഗ്രാം പ്ലോട്ട് ചെയ്ത സമയത്ത് 3 മാസ് ലോസ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയത്. ഇങ്ങനെ വന്നു, ആദ്യം ഇങ്ങനെ ഒന്ന് കുറഞ്ഞു, വീണ്ടും ഇങ്ങനെ ഒന്ന് കുറഞ്ഞു, വീണ്ടും ഇങ്ങനെ ഒന്ന് കുറഞ്ഞു. 3 മാസ് ലോസ് കണ്ടത് 3 സ്റ്റെപ്സിലായിട്ടാണ് ഇവരുടെ ഡീകമ്പോസിഷൻ നടക്കുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് 3 മാസ് ലോസ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്?
ഈ കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് ഒരു മോളിക്യൂൾ ഓഫ് വാട്ടറിനെ റിലീസ് ചെയ്തിട്ട് അത് കാൽഷ്യം ഓക്സലേറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, കാൽഷ്യം ഓക്സലേറ്റ് ആയിട്ട് മാറുന്നു, ഒരു മോളിക്യൂൾ ഓഫ് വാട്ടറിനെ റിലീസ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ കാൽഷ്യം ഓക്സലേറ്റ് ആണ് ഡീകമ്പോസിഷന് വിധേയമാകുന്നത്. ഡീകമ്പോസിഷന് വിധേയമായിട്ട് എന്ത് ഫോം ചെയ്യും? കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യും, കൂടെ ഒരു കാർബൺ മോണോക്സൈഡ് റിലീസ്ഡ് ആവുകയും ചെയ്യുന്നു. ഓക്കെ, ഒരു കാർബൺ മോണോക്സൈഡിനെ റിലീസ് ചെയ്തുകൊണ്ട് കാൽഷ്യം ഓക്സലേറ്റ് എന്തായിട്ട് മാറും? കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് മാറും. ദെൻ ഈ കാൽഷ്യം കാർബണേറ്റ് ഒരു കാർബൺ ഡയോക്സൈഡിനെ റിലീസ് ചെയ്തുകൊണ്ട് കാൽഷ്യം ഓക്സൈഡ് ആയിട്ട് മാറുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പം കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിന്റെ കേസിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് സംഭവിച്ചു? ഒരു മോളിക്യൂൾ ഓഫ് വാട്ടറിനെ റിലീസ് ചെയ്തുകൊണ്ട് അവിടെ കാൽഷ്യം ഓക്സലേറ്റ് ഫോം ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ ഈ പറയുന്ന കാൽഷ്യം ഓക്സലേറ്റ് കാൽഷ്യം ഓക്സലേറ്റ് ഡീകമ്പോസിഷന് വിധേയമായിട്ട് ഒരു കാർബൺ മോണോക്സൈഡിനെ റിലീസ് ചെയ്തുകൊണ്ട് കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് മാറുന്നു. അതിനുശേഷം ഈ കാൽഷ്യം കാർബണേറ്റിന് ഡീകമ്പോസിഷന് വിധേയമാവുന്ന സമയത്ത് ഒരു കാർബൺ ഡയോക്സൈഡിനെ റിലീസ് ചെയ്തുകൊണ്ട് കാൽഷ്യം ഓക്സൈഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ആദ്യത്തെ മാസ് ലോസ് ഉണ്ടാവാൻ കാരണം എന്താണ്? വാട്ടർ റിലീസ് ചെയ്തതാണ്. രണ്ടാമത്തെ മാസ് ലോസ് ഉണ്ടാവാൻ കാരണം എന്താണ്? കാർബൺ മോണോക്സൈഡ് റിലീസ് ചെയ്തതാണ്. ആൻഡ് മൂന്നാമത്തെ മാസ് ലോസ് ഉണ്ടാവാനായിട്ടുള്ള റീസൺ എന്താണ്? കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ആരെ റിലീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓരോ മാസ് ലോസും അവിടെ ഒബ്സർവ് ചെയ്യുന്നതെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം നോക്കിക്കേ, ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് മാസ് ലോസ് ഉണ്ടാവാൻ കാരണം എന്താണ് എന്നാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ ആരെയാണ് റിലീസ് ചെയ്തത്? വാട്ടറിനെയാണ് റിലീസ് ചെയ്തത് അല്ലെ. അപ്പൊ ഫസ്റ്റ് മാസ് ലോസിന് കാരണം ആരെ റിലീസ് ചെയ്തത് കൊണ്ടാണ്? വാട്ടർ മോളിക്യൂളിനെ റിലീസ് ചെയ്തത് കൊണ്ടാണ്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, റിലീസ് ഓഫ് വാട്ടർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി വീണ്ടും ഈ പറയുന്ന കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിന്റെ ഡീകമ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാവിമെട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ക്വസ്റ്റ്യൻ വായിച്ചേ. At approximately what temperature range the heating rate 10 Kelvin per minute does the first mass loss occurs in thermogram of calcium oxalate monohydrate? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ചോദ്യത്തിൽ കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിന്റെ ഫസ്റ്റ് മാസ് ലോസ് ഉണ്ടാവാൻ കാരണം എന്ത് റിലീസ് ചെയ്തതുകൊണ്ടായിരുന്നു എന്നായിരുന്നു. അത് വാട്ടർ റിലീസ് ചെയ്തതുകൊണ്ടാണെന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി അത് ഏത് ടെമ്പറേച്ചറിലാണ് ഫസ്റ്റ് മാസ് ലോസ് നടക്കുന്നത്? അതായത് ആദ്യമായിട്ട് ആ വാട്ടർ മോളിക്യൂളിനെ റിലീസ് ചെയ്യുന്നത് ഏത് ടെമ്പറേച്ചർ റേഞ്ചിലാണ് എന്നാണ് ചോദ്യം. ഓക്കെ, 150 to 200 ഡിഗ്രി സെൽഷ്യസ്, 250 to 400 ഡിഗ്രി സെൽഷ്യസ്, 400 to 600 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 600 to 800 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഓപ്ഷൻസിനകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രാഫിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം ഒരു 190 to 200 ആ ഒരു റേഞ്ചിലാണ് ഫസ്റ്റ് മാസ് ലോസ് ഉണ്ടായിട്ടുള്ളത്. ഒരു 200 അടുപ്പിച്ചിട്ടുള്ള റേഞ്ചിലാണ്. ഓക്കെ, അടുത്തത് ഒരു 450 to 500 റേഞ്ചിലാണ് നെക്സ്റ്റ് മാസ് ലോസ്. അതായത് ആ CO റിലീസ് ചെയ്യുന്നതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ് ലോസ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ആ മൂന്നാമത്തെ മാസ് ലോസ് ഉണ്ടായിട്ടുള്ളത് ഒരു 800 റേഞ്ചിലാണ്. അതായത് CO2ന്റെ റിലീസ് ഉണ്ടായിട്ടുള്ളത് 800 റേഞ്ചിലാണ്. ഓക്കെ, അപ്പം അപ്പൊ ഈ പറയുന്ന ഓരോന്നിന്റെയും ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് കൂടെ നോക്കി വെച്ചേക്കുക. മാസ് ലോസ് ഉണ്ടാവുന്നത് 10 കെൽവിൻ പെർ മിനിറ്റിന്റെ കേസാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ റെഡ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് 200 കെൽവിൻ പെർ മിനിറ്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് 10 കെൽവിൻ പെർ മിനിറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഒരു 200 അടുപ്പിച്ചാണ് ഫസ്റ്റ് മാസ് ലോസ്, ഒരു 400 to 450 500 റേഞ്ചിലാണ് സെക്കൻഡ് മാസ് ലോസ്, ആൻഡ് ഒരു 800 റേഞ്ചിലാണ് തേർഡ് മാസ് ലോസ്. 750 to 800 റേഞ്ചിലാണ് തേർഡ് മാസ് ലോസ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഫസ്റ്റ് മാസ് ലോസ് നമ്മളിപ്പോൾ കണ്ടു. ഒരു 150 200 അടുപ്പിച്ചുള്ള റേഞ്ചിലാണ് ഫസ്റ്റ് മാസ് ലോസ് സംഭവിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 150 to 200 എന്നുള്ളതാണ് ശരി. തന്നെ ഈ ഒരു 400 to 600 ആണ് സെക്കൻഡ് മാസ് ലോസ്, 600 to 800 ആണ് തേർഡ് മാസ് ലോസിന്റെ റേഞ്ച് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് ജസ്റ്റ്
ഈ പറയുന്ന ഓരോ സ്റ്റെപ്പിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളായിരുന്നു. എൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. അത് ഈ ഫിഗർ വെച്ചിട്ട് അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ, പല എക്സാംസിന് വന്നിട്ടുണ്ട്. സോ ചോദിച്ചുകൂടാന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ വരെ നിൽക്കട്ടെ. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. ഈ പാറ്റേൺ ഓഫ് ചോദ്യങ്ങളാണ് വരുന്നത്. പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഈ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി കുറേ ചോദ്യങ്ങളും കൂടെ ഉണ്ട്, അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.